അഭിലാഷ്, ഇതാണ് കൊല്ലം ചിന്നക്കടയിൽ ഞങ്ങളുടെ ക്ലോക്ക് ടവർ. യെസ്, കൊല്ലത്ത് ഈ തവണ ആരുടെ കട പൂട്ടും എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. 2014 NK പ്രേമേന്ദ്രൻ CPM ഞെട്ടിച്ചു, 2019 ഞെട്ടിച്ചു. ഇനി ഒരു ഞെട്ടലും കൂടി താങ്ങാനുള്ള ശേഷി കൊല്ലത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടോ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈച്ചില്ലെന്നൊക്കെയല്ലേ പറയാറ്. NK പ്രേമേന്ദ്രനെതിരെ രണ്ട് താരങ്ങളാണ് മത്സരിക്കുന്നത്. ഒന്ന് മുകേഷും മറ്റൊന്ന് കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി പിടിച്ച് കൊല്ലത്ത് പോയി അവിടെ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോഴും അവിടെ ആരാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അവിടെ കൃഷ്ണകുമാർ എത്തിയതിനു ശേഷം കൊല്ലത്ത് എങ്ങനെ കലങ്ങി മറിഞ്ഞു എന്നുള്ളത് അടക്കം ഇന്നത്തെ ഫലത്തിലൂടെ പുറത്തു വരും. കഴിഞ്ഞ നമ്മുടെ സർവേയിൽ 13% വോട്ടിന്റെ ഡിഫറൻസ് ആണ് NK പ്രേമേന്ദ്രനും M മുകേഷും തമ്മിലുണ്ടായിരുന്നത്. അതായത് മുകേഷിനേക്കാൾ 13% മുകളിലായിരുന്നു പ്രേമേന്ദ്രൻ. നമ്മൾ സാധാരണ നിലയിൽ മറ്റ് കൊല്ലം പോലത്തെ ഒരു മണ്ഡലത്തിൽ, അതും LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അത്രയും വലിയൊരു എഡ്ജ് UDFന് വരിക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാത്തതാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചു, കഴിഞ്ഞ 2019 സംഭവിച്ചു. കാരണം അവിടെ ഒരു വേവ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രേമചന്ദ്രൻ വീണ്ടും കൊല്ലം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? പ്രേമചന്ദ്രനെ കുറിച്ച് നാട്ടിൽ നല്ല മതിപ്പാണ്. എന്നാൽ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ചെല്ലും. അങ്ങനെയുള്ളതിനുപരി ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലും കഴിവ് തെളിയിച്ചു എന്നുള്ളത് പ്രേമേന്ദ്രന് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ നേരിടാൻ CPM-ന് ഉള്ളിൽ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം KN ബാലഗോപാൽ മത്സരിച്ചു, അതിനു മുമ്പ് MA ബേബി മത്സരിച്ചു. ഇത്തവണ പുതിയ പരീക്ഷണമാണ് നടത്തിയത്. അങ്ങനെ ഒരു CPM-ന്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു CPM-ന്റെ പ്രവർത്തകൻ, അതല്ല എങ്കിൽ ഒരു അടിമുടി CPM-കാരൻ, അങ്ങനെയൊന്നുമല്ലാത്ത M മുകേഷിനെ, നടൻ, എല്ലാവർക്കും പരിചിതനായ M മുകേഷിനെ ഇറക്കിയത് ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് നടന്നോ എന്നുള്ളത് നമ്മൾ അന്തിമമായി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. സർവേ എന്താണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ എന്നൊക്കെ പറയുമ്പോഴും സമീപകാലത്ത് NK പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകും എന്ന ക്യാമ്പയിൻ വളരെ ശക്തമായി ഇടതുമുന്നണി ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ലഞ്ചിൽ പങ്കെടുക്കുന്നു, പ്രധാനമന്ത്രി പ്രേമേന്ദ്രനെ ക്ഷണിക്കുന്നു, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷെ ആ ചർച്ചയൊന്നും കൊല്ലത്തേശുന്നില്ല എന്നാണോ? അവിടെ ഇപ്പൊ മുസ്ലിം ന്യൂനപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം. അവിടെ കൊല്ലം മണ്ഡലത്തിലാണെങ്കിലും തൊട്ടപ്പുറത്ത് ഇരവിപുരത്ത്, അതുപോലെ തന്നെ ചാത്തന്നൂർ അത്രയില്ല, ചടയമംഗലം, പുനലൂർ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. അതിനകത്ത് തന്നെ അവിടെ പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള മതിപ്പുണ്ട്. പക്ഷേ ഈ പുതിയ പ്രചരണം അത് എങ്ങനെ പ്രേമചന്ദ്രന് എതിരാകുമോ അതോ കൂടുതൽ അനുകൂലമാകുമോ? ഏതായാലും കൂടുതൽ അനുകൂലമാകാൻ സാധ്യതയില്ല. അവിടെയുള്ള വിശ്വാസം അതേപടി നിലനിർത്താൻ പ്രേമചന്ദ്രന് കഴിയുമോ? അപ്പം വെറുതെ ഒരാളെ പിടിച്ച് സംഖ്യയാക്കുന്നു എന്നൊരു സെന്റിമെന്റ്സ് വന്നാലും മതിയല്ലോ. അത് അങ്ങനെയാണെങ്കിൽ തിരിച്ചായിരിക്കും വരിക. അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരുപക്ഷെ പ്രേമചന്ദ്രന് കൂടുതൽ വോട്ട് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത് BJPയുടെ സ്ഥാനാർത്ഥി ആരാകുന്നു എന്നുള്ളത്. തീർച്ചയായും G കൃഷ്ണകുമാറിനെ സംബന്ധിച്ച്, പക്ഷേ അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി മറ്റു പല ആൾക്കാരെയാണ് വിചാരിച്ചിരുന്നത്. കൃഷ്ണകുമാറിനെ പാർട്ടി എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണോ? അവിടെ ഒരു പ്രശ്നമാണ്. പക്ഷേ അവിടെയും ഈ സാധാരണ കുടുംബത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക്, സാധാരണ മനുഷ്യന്മാർക്കൊക്കെ കുറെ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന, മുഖപരിചയം കൊണ്ട് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ്, ഒരു മുഖമാണ് കൃഷ്ണകുമാറിൻ്റെത്. ആ ഒരു അഡ്വാൻറ്റേജ് കൃഷ്ണകുമാറിന് ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അങ്ങോട്ട് BJP പ്രവർത്തകർ മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള അവസ്ഥ. തീർച്ചയായും നമുക്ക് അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 47 NK പ്രേമചന്ദ്രന്റെ വോട്ടിംഗ് ഷെയർ ആയിരുന്നുവെങ്കിൽ M മുകേഷിനത് 36 ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 13ന്റെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. 14% BJPക്കും ഉണ്ട്. അതുപോലെ തന്നെ നിൽക്കുകയാണോ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള സമയമായിരിക്കുന്നു. കൊല്ലത്തെ റിസൾട്ട് 47 പ്രേമേന്ദ്രൻ തന്നെ 47% പ്രേമേന്ദ്രന് 3%ന്റെ കുറവ്. പ്രേമേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ 3%ന്റെ കുറവുണ്ട്. മുകേഷ് അവിടെ തന്നെ 36-ൽ തന്നെ നിൽക്കും. ഇപ്പോഴും 11% അധികമാണ് പ്രേമേന്ദ്രൻ. എന്ന് പറഞ്ഞാൽ 11% എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് വരും. അത്രയും വലിയ ഗ്യാപ്പ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്തും അവിടെ പ്രേമേന്ദ്രൻ കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായ ഒരു സൂചനയാണ്. പ്രേമേന്ദ്രനും M മുകേഷും തമ്മിൽ ഈ ഒരു മത്സരരംഗത്ത് അതികഠിനമായ പോരാട്ടം, അത് വാശിക്കുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. CPM അതിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മുഖ്യമന്ത്രി അവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രേമേന്ദ്രന് കൂടുതൽ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെ CPM-കാർ. അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഏതായാലും
ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി വരുന്ന ദിവസങ്ങളിൽ ഗ്യാപ്പ് കുറയാൻ സാധ്യത. മുകേഷിന്റെ പ്രചരണത്തിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആളുകളെ കയ്യിലെടുക്കാൻ മുകേഷിനേക്കാൾ നല്ല ഒരാൾ എനിക്ക് തോന്നുന്നു കേരളത്തിലില്ല. എല്ലാവരെയും രസിപ്പിക്കുന്ന കഥകളൊക്കെ പറയുന്ന വളരെ സരസനായിട്ടുള്ള ആളാണ് മുകേഷ്. ആളുകളുമായിട്ട് ജെല്ലാവാനൊക്കെ പറ്റുന്ന ആളാണ്. ആ ക്യാമ്പയിന് നമ്മൾ കണ്ടു. പക്ഷേ പ്രേമചന്ദ്രന്റെ വോട്ട് വിഹിതത്തിൽ ചെറിയൊരു കുറവ് മാത്രം എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പയിനൊക്കെ ഇക്കണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടും വലിയ പുരോഗതി ഇല്ല എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? പുരോഗതി ഇല്ല എന്നുള്ളതാണ് ഈ നമ്പർ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബിജെപിയുടെ വോട്ട് ശതമാനം എന്തുകൊണ്ട് കൂടുന്നില്ല എന്നുള്ളത്. ജി കൃഷ്ണകുമാർ പ്രത്യേകിച്ച് സീരിയലൊക്കെ കാണുന്ന വനിതകളെ സംബന്ധിച്ചൊക്കെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ഇപ്പോൾ മുകേഷ് സിനിമാ താരമാണെങ്കിൽ സീരിയലിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് കൃഷ്ണകുമാർ. പക്ഷെ കൃഷ്ണകുമാർ വന്നിട്ടും ബിജെപിയുടെ വോട്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മുഖം കൊണ്ടുള്ള പരിചയവും അത്തരത്തിലുള്ള പ്രചരണവും മാത്രം നടക്കുകയും ഒരുപക്ഷെ താഴെത്തട്ടിൽ ബി.ജെ.പി ആ ഒരു സംഘടനാ ശേഷി ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാത്തതാകാം ഒരുപക്ഷെ കാരണം. എന്തായാലും വളരെ വളരെ കംഫർട്ടബിൾ. വേറൊരു കാര്യമുണ്ട്, പ്രേമേന്ദ്രനെ കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. ബി.ജെ.പിയുടെ വോട്ട് വാങ്ങിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിട്ടും പ്രേമചന്ദ്രന് വോട്ട് കുറയുന്നതാണ് കാണുന്നത്. നമുക്ക് എന്തായാലും NK പ്രേമചന്ദ്രന് 47, M മുകേഷിന് 36, G കൃഷ്ണകുമാറിന് 14 എന്നുള്ളതാണ് ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ നിമിഷം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സിറ്റിംഗ് MP ക്ക് വ്യക്തമായ മുൻതൂക്കം.